ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കർണാടക സംഗീതത്തിലെ അലങ്കാരം എന്ന സിലബസാണ്. അലങ്കാരം എന്ന് പറഞ്ഞാൽ 7 താളങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സിലബസാണ്. 7 താളത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസാണ്. ഇതിന് മുൻപ് നമ്മൾ പഠിച്ച താളം എന്ന് പറഞ്ഞാൽ ആദ്യ താളമാണ്. കർണാടക സംഗീതം പഠിക്കുമ്പം അലങ്കാരം വരെയുള്ള നോട്ടുകൾ പഠിക്കുന്ന ആദ്യ താളത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുതിയൊരു താളം പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടുകളാണ് അലങ്കാരമായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അലങ്കാരത്തിനകത്ത് ചതുരസ്ര ജാതി ധ്രുവതാളം എന്ന താളമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിനകത്ത് 14 അക്ഷരമാണ് ഒരു താളവട്ടത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഒരു താളവട്ടം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് 2 വര, ലാസ്റ്റ് 2 വര ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ 2 വരയ്ക്ക് ഉള്ളിലുള്ള സ്വരങ്ങൾ എത്ര സ്വരങ്ങൾ വരുന്നു അത്രയും സ്വരം ഒരു താളവട്ടമായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മൾ കർണാടക സംഗീത പുസ്തകം എടുക്കുമ്പം 2 വര പിന്നെ 1 വര അങ്ങനെയൊക്കെ വരച്ചിരിക്കും കാണാം. അപ്പോൾ 1 വര കൊടുത്തു കഴിഞ്ഞാൽ അര താളവട്ടം ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് 2 വര പിന്നെ അവസാനം 2 വര ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു താളവട്ടത്തിനകത്ത് വരുന്ന സ്വരങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിനകത്ത് 4, 2, 4, 4 ഇങ്ങനെയാണ് അതിൻ്റെ അക്ഷരക്കാലം വരുന്നത്. 4 അക്ഷരം വരുന്നത് ലഘുവാണ്. ലഘു എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ അടിച്ചിട്ട് വിരൽ എണ്ണുന്നതിനാണ് നമ്മൾ ലഘു എന്ന് പറയുന്നത്. കൈ പത്തി അടിച്ചിട്ട് വിരൽ എണ്ണുന്നതിനാണ് ലഘു എന്ന് പറയുന്നത്. ദ്രുതം എന്ന് പറഞ്ഞാൽ ഒരു സമം ഒരു വീച്ച് ഇങ്ങനെയാണ്. ഒരു കൈ മലർത്തി അടിക്കുക പിന്നെ കമിഴ്ത്തി അടിക്കുക, ഇതിനാണ് നമ്മൾ ദ്രുതം എന്ന്. ലഘു ദ്രുതം ഇങ്ങനെ 2 ഇതാണ് വരുന്നത്. അപ്പോൾ ഈ സ്വരത്തിൻ്റെ മുകളിൽ നമ്മൾ 1 ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ ലഘുവായിരിക്കും. അതുപോലെ സ്വരത്തിൻ്റെ മുകളിൽ 0 സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ദ്രുതമായിരിക്കും, ലഘുദ്രുതം. അപ്പം ഇത്രയും കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന രാഗം ശങ്കരാഭരണം എന്ന രാഗം തന്നെ. ശങ്കരാഭരണത്തിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു എങ്കിൽ കൂടി ഈ സിലബസും ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് അതിനുപരിയായിട്ട് മോഹനം എന്ന രാഗവും പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു നോട്ട് തന്നെ ഈ 2 രാഗത്തിലാണ്. ഈ 2 രാഗത്തിൽ എങ്ങനെ വായിക്കാം എന്നുള്ളതാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ശങ്കരാഭരണം രാഗം എന്ന് സമ്പൂർണ്ണ രാഗമാണ്. സമ്പൂർണ്ണ രാഗം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വരങ്ങളും അടങ്ങിയ രാഗത്തിന് നമ്മൾ സമ്പൂർണ്ണ രാഗം എന്ന് പറയുന്നു. മോഹനം അപൂർണ്ണ രാഗമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്വരങ്ങളും ഇല്ലാത്ത രാഗമാണ്. ശങ്കരാഭരണ രാഗം 29ാമത്തെ മേളകർത്ത രാഗമാണ്. മേളകർത്ത രാഗപ്പട്ടികയിലെ 29ാമത്തെ രാഗം. മേളകർത്ത രാഗപ്പട്ടിക എന്ന് പറഞ്ഞാൽ 72 രാഗങ്ങളടങ്ങിയ ഒരു പട്ടികയാണ്. 72 സമ്പൂർണ്ണ രാഗങ്ങളടങ്ങിയ പട്ടികയ്ക്കാണ് നമ്മൾ മേളകർത്ത രാഗം എന്ന് പറയുന്നത്. ആ പട്ടികയിലെ 29ാമത്തെ മേളകർത്ത രാഗമാണ് ശങ്കരാഭരണം. ശങ്കരാഭരണം രാഗത്തിനകത്ത് കീബോർഡിനകത്ത് വായിക്കുമ്പോൾ നമ്മളെല്ലാം വെള്ളക്കിയാണ് വരുന്നത്. അതിനകത്ത് കറുത്ത ബ്ലാക്ക് വരുന്നില്ല, ബ്ലാക്ക്. അപ്പോൾ അതിനകത്ത് ഷാർപ്പ് നോട്ടായിട്ട് വരുന്ന മധ്യമം എന്ന സ്വരം മാത്രമേ ഷാർപ്പ് നോട്ടായിട്ട് വരുന്നുള്ളൂ. ബാക്കി സ്വരങ്ങളെല്ലാം കൂടിയ സ്വരങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് വായിച്ച് കാണിക്കാം, ശ്രദ്ധിക്കുക. സായിക്ക് നമ്മൾ 1ാമത്തെ വെല്ലാണ് ഉപയോഗിക്കുന്നത്. സായിക്ക് രി 2ാമത്തെ വെല്ല് ഉപയോഗിക്കുക. ഗായ്ക്ക് 3ാമത്തെ വെല്ല് ഉപയോഗിക്കാം. മായ്ക്ക് 4ാമത്തെ വെല്ല് ഉപയോഗിക്കാം. പായ്ക്ക് 5ാമത്തെ വെല്ല് ഉപയോഗിക്കുക. ഡായ്ക്ക് 2ാമത്തെ വെല്ല് ഉപയോഗിക്കുക. നീക്ക് 3ാമത്തെ വെല്ല് ഉപയോഗിക്കുക. സായ്ക്ക് 4ാമത്തെ വെല്ല് ഉപയോഗിക്കാം. അപ്പം സ രി ഗ മ പ ദ നി സ ഇതാണ് സ്വരത്തിൻ്റെ ആരോഹണം. ഇനി അത് നമ്മൾ പുറകോട്ട് വായിച്ച് കഴിയുമ്പോൾ അതിന് നമ്മൾ അവരോഹണം എന്നാണ് പറയുന്നത്. പുറകോട്ട് വായിക്കാൻ നേരത്ത് നമ്മൾ ആരോഹണം വായിച്ച് ഏത് വിരലാണോ ആ വിരൽ തന്നെ പുറകോട്ടും വായിക്കാം. 4, 3, 2, 1, 4 കവർ ചെയ്യുമ്പോൾ 4, 3, 2, 1. ഫ രി ദ പ മ ഗ രി സ ഇതാണ് സ്വരം വരുന്നത്. ആരോഹണം അവരോഹണം. അപ്പം എല്ലാം വെള്ളക്കി വരുന്നത്. അതിനകത്ത് മൈനസ് നോട്ടായിട്ട് വരുന്നത് മധ്യമം മാത്രമേ മൈനസ് നോട്ടാണ്, ബാക്കിയെല്ലാം ഫുൾ നോട്ടാണ്. അപ്പം നമുക്ക് സിലബസിലേക്ക് കിടക്കാം.
ഫസ്റ്റ് ലൈൻ നിങ്ങൾ ബുക്ക് ഉണ്ടെങ്കിൽ നോട്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ കർണാടക സംഗീതത്തിന് പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകം വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സരിഗമ ഗരി സരിഗരി സരിഗമ, ഇതാണ് ഫസ്റ്റ് ലൈൻ. സരിഗമ ഗരി സരിഗരി സരിഗമ. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് ആ ഫസ്റ്റ് ലൈൻ വായിക്കുന്ന രീതി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ 4 വിരലാണ് ഉപയോഗിക്കുന്നത്. 1 2 3 4, ഈ 4 വിരലാണ് നമ്മൾ ആ സ്വരം വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സാരി ഗമ ഗരി സാരി ഗരി സാരി ഗമ. സെക്കൻഡ് ലൈൻ രീ ഗമ പ മ ഗ രീ ഗ മ ഗ രീ ഗ മ പ. ഇവിടെ പഞ്ചമത്തിന് നമ്മൾ 5ാമത്തെ വിരൽ ഉപയോഗിക്കുന്നു. പഞ്ചമത്തിന് ശ്രദ്ധിക്കും, ഓരോ നോട്ടും മാറുന്നതനുസരിച്ച് വിരലുടെ മാറ്റം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കും. പഞ്ചമത്തിന് നമ്മൾ 5ാമത്തെ വിരലാണ് ഉപയോഗിക്കുന്നത്. രീ ഗ മ പ മ ഗ രീ ഗ മ ഗ രീ ഗ മ പ. തേർഡ് ലൈൻ ഗ മ പ ദ. ഇവിടെ നമ്മൾ പഞ്ചമത്തിൽ നമ്മൾ തള്ളവിരലാണ് വായിക്കുന്നത്. അപ്പം ഗ മ, അത് കഴിഞ്ഞ് തള്ളവിരൽ കവർ ചെയ്തുകൊണ്ട് വരിക. ഗ മ പ ദ പ മ ഗ മ പ മ. അവിടെ നമ്മൾ 5ാമത്തെ ഉള്ളത് പഞ്ചമത്തിന് വയ്ക്കുക. ഗ മ പ ദ. അപ്പം നമ്മൾ സ്വരം കവർ ചെയ്ത് പഞ്ചമം കഴിഞ്ഞ് സ്വരം കവർ ചെയ്ത് വരുമ്പോൾ നമ്മൾ തള്ളവിരലാണ് കവർ ചെയ്ത് കൊണ്ടുവരേണ്ടത്. അത് ഓർത്തിരും. പഞ്ചമം വരെയുള്ള നോട്ട നമ്മൾ പ്ലേ ചെയ്യുന്നതെങ്കിൽ പഞ്ചമത്തെ 5ാമത്തെ വിരൽ വയ്ക്കുക. പഞ്ചമം കഴിഞ്ഞ് ദൈവതം വായിക്കേണ്ടി വരുവാണെങ്കിൽ നമ്മൾ ഈ പഞ്ചമത്തിൽ തള്ളവിരൽ തന്നെ കവർ ചെയ്ത് കൊണ്ടുവരണം. അടുത്ത 4ാമത്തെ ലൈൻ മാ പ ദ നീ ദ പ മാ പ ദ പ മാ പ ദ നീ. അവിടെ നമ്മൾ മായ്ക്ക് 2ാമത്തെ വിരലാണ് ഉപയോഗിക്കുന്നത്. അത് ശ്രദ്ധിക്കാം. മായ്ക്ക് 2ാമത്തെ വിരലാണ് ഉപയോഗിക്കുന്നത്. മാ പ ദ നീ ദ പ മാ പ ദ പ മാ പ ദ നീ. അടുത്ത് പ ദ നീ സ നീ ദ പ ദ നീ സ നീ ദ പ ദ നീ ദ പ ദ നീ സ പ ദ നീ സ നീ ദ പ ദ നീ ദ പ ദ നീ സ. ഇനി അതിൻ്റെ അവരോധം വായിക്കാൻ പോകും. സ നീ ദ പ ദ നീ സ നീ ദ നീ സ നീ ദ പ. നെക്സ്റ്റ് ലൈൻ നീ ദ പ മ പ ദ നീ ദ പ ദ നീ ദ പ മ. അവിടെ നമ്മൾ ദൈവത്തിനും മധ്യമത്തിനും ഒരു വെല്ല ഉപയോഗിക്കുന്നത്. 2ാമത്തെ വെല്ലാണ് ദായിക്കും മായ്ക്കും. നീ ദ പ മ ഗ. ഇനി നമ്മൾ ഈ 4ാമത്തെ വെല്ല മായ്ക്ക് കവർ ചെയ്തുകൊണ്ടാണ്. ദ പ മ ഗ മ പ ദ പ മ പ ദ പ മ ഗ. ഇനി പഞ്ചമത്തിൽ നമ്മൾ 5ാമത്തെ വെല്ല ഉപയോഗിക്കണം. പ മ ഗ രി ഗ മ പ മ ഗ മ പ മ ഗ രി മ ഗ രി സ രി ഗ മ ഗ രി ഗ മ ഗ രി സ സ രി ഗ മ ഗ രി സ രി ഗ രി സ രി ഗ മ രി ഗ മ പ മ രി ഗ മ ഗ രി ഗ മ പ ഗ മ പ ദ പ ഗ മ പ മ ഗ മ പ മ പ ദ നീ ദ പ മ പ ദ പ മ പ ദ പ ദ നീ സ നീ ദ പ ദ നീ ദ പ ദ നീ സ. അതുപോലെ തന്നെ പുറകോട്ട് അവരോധം വായിക്കും. സരിഗമ ഗരി സരിഗ രി സരിഗമ രിഗമ പ മ ഗ രിഗമ ഗ രിഗമ പ. അങ്ങനെ 4ാം കാലം പ്രാക്ടീസ് ചെയ്യണം. 1ാം കാലം 2ാം കാലം 3ാം കാലം 4ാം കാലം വരെ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് ഇത് പ്രായോഗികമായി. ശങ്കരാഭരണം വളരെ പ്രധാനപ്പെട്ട ഒരു രാഗമാണ്.
കാരണം സിനിമാ പാട്ടുകളും മറ്റെല്ലാ പാട്ടുകളും കൂടുതലും കടന്നു പോകുന്നത് ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് കൂടുതൽ കടന്നു പോകും. അപ്പോൾ ഈ രാഗം പഠിക്കുന്ന ഒട്ടുമിക്ക പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ രാഗം നല്ലപോലെ പ്രാക്ടീസ് ചെയ്യും. ഇനി നമ്മൾ അടുത്ത രാഗം എന്ന് പറയുന്നത് മോഹനം എന്ന രാഗം. മോഹനം ഹരികാംബോജി രാഗത്തിൻ്റെ ജന്യരാഗമാണ്. ഇത് അപൂർണ രാഗമാണ്. അപൂർണ രാഗം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ സ്വരങ്ങൾ കുറവ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ അപൂർണ രാഗം എന്ന് പറയും. ചിലപ്പോൾ ഒരു സ്വരം കുറവായിരിക്കാം, ചിലപ്പോൾ 2 സ്വരം കുറവായിരിക്കാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ രാഗത്തിന് നമ്മൾ അപൂർണ രാഗം എന്ന് പറയും. അപ്പം മോഹനം എന്ന രാഗത്തിനകത്ത് ഇല്ലാത്ത സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ മധ്യമം എന്ന സ്വരം ഇല്ല, അതുപോലെ നിഷാദം എന്ന സ്വരം മായും നീയും ഈ രാഗത്തിനകത്തില്ല. അതിൻ്റെ ആരോഹണം സ രി ഗ പ ദ സ സ ദ പ ഗ രി സ. മോഹനം എന്ന രാഗത്തിനകത്ത് ഒരുപാട് പാട്ടുകളുള്ളതാണ്. അപ്പോൾ ഈ രാഗം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ശരിക്കും പ്രായോഗികമാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെയധികം ഗാനങ്ങൾ കമ്പോസ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ രാഗം വളരെ പ്രധാനപ്പെട്ട ഒരു രാഗം തന്നെയാണ്. പാട്ടൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കായാമ്പു എന്ന് തുടങ്ങുന്ന ഗാനം ഈ രാഗത്തിനകത്താണ് തിട്ടപ്പെടുത്തും. ചന്ദന ലേപസുഗന്ധം ആ ഗാനം ഇതിനകത്താണ് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വളരെയധികം ഗാനങ്ങൾ ഇതിനകത്തുണ്ട്, ഒരുപാട് ഗാനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഒന്നാംകിളി പൊന്നാംകിളി ആ പാട്ടൊക്കെ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ ഈ രാഗം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക. അടുത്ത നമ്മൾ അത് എങ്ങനെ വായിക്കാം എന്നുള്ളത് കാണിക്കാം. ഇതാണ് അതിൻ്റെ പ്രയോഗം. അപ്പോൾ ഞാൻ സ്പീഡ് കുറച്ചൊന്ന് വായിച്ചായിരുന്നു. സാരി ഗ പ ഗാരി സാരി ഗാരി സാരി ഗ പ. ഞാൻ പറയുന്നത് കേട്ട് ഈ സ്വരം നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കർണാടക സംഗീതത്തിൻ്റെ പുസ്തകം സംഘടിപ്പിക്കുക. സാരി ഗ പ ഗാരി സാരി ഗാരി സാരി ഗ പ രി ഗ പ ഗ പ ഗ രി ഗ പ ഗ രി ഗ പ ഗ ഗ പ ദ സ ദ പ ഗ പ ദ പ ഗ പ ദ സ. ഇത് ആരോഹണം. ഇനി പുറോട്ട് വായിക്കാൻ നേരത്ത് സ ദ പ ഗ, അവിടെ ഗാന്ധാരത്തിൽ 3ാമത്തെ വിരൽ കവർ ചെയ്തുകൊണ്ടാണ്. സ ദ ദായ്ക്ക് 2ാമത്തെ വിരൽ പായ്ക്ക് 1ാമത്തെ. സ ദ പ ഗ പ ദ സ ദ പ ദ സ ദ പ ഗ ദ പ ഗ രി ഗ പ ദ പ ഗ പ ദ പ ഗ രി പ ഗ രി സ രി ഗ പ ഗ രി ഗ പ ഗ രി സ. എന്നിട്ട് അത് 2ാം കാലം 3ാം കാലം 4ാം കാലം അങ്ങനെ നിങ്ങൾ ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇതിനകത്ത് വളരെയധികം പാട്ടുകളുള്ള ഒരു രാഗമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പാട്ടുകൾ ആ പാട്ട് ഈ രാഗത്തും 1ാം കിളി പൊന്നാം കിളി. അതുപോലെ പഴയ ഒരു ഹിറ്റ് പാട്ടാണ് കായാമ്പു എന്ന് തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ വളരെയധികം പാട്ടുകൾ ഈ രാഗത്തിനകത്തുണ്ട്. അപ്പം നിങ്ങൾ ഈ രാഗം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾ ഈ 1ാം കാലം, ഈ 2ാം കാലം, 3ാം കാലം, 4ാം കാലത്തിലെല്ലാം പ്രാക്ടീസ് ചെയ്ത് പ്രായോഗികമാക്കി എടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് എഴുതി ചോദിക്കാവുന്നതായിരിക്കും, ഞാൻ പറഞ്ഞുതരാം. അടുത്ത വീഡിയോ വരുന്നവരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. താങ്ക്സ്.